ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭിപ്പതിയോസ്യാമി പൂജാർഹ വരിസൂദന. മധുസൂദന, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് കൃഷ്ണൻ അദ്ദേഹത്തോട് പറയുന്നതാണ്, അർജുനനോട് പറയുന്നതാണ്, ഈ ദൗർബല്യമൊക്കെ ത്യജിച്ചിട്ട് എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യുന്നു. അതിന് ഉത്തരമായിട്ട് അർജുനൻ പറയുന്നതാണ്, മധുസൂദനായ കൃഷ്ണ, പൂജിക്കേണ്ടവരായ പൂജാർഹരായ ഭീഷ്മരെയും ദ്രോണരെയും ഈ യുദ്ധത്തിൽ ബാണങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നേരിടുന്നത്. അത് തന്നെയല്ല 5-ാമത്തെ ശ്ലോകം. ഗുരുവിനെ ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥ കാമാംസു ഗുരു നിഹൈവ കുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെയെല്ലാം വധിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമായിട്ടുള്ളത് ഈ ലോകത്തിൽ ഞാൻ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണ്. ഗുരുക്കന്മാരെ വധിച്ചാലോ ഇവിടുത്തെ ചോരക്കറവുണ്ട, അവരുടെ ചോരക്കറവുണ്ട അർത്ഥകാമങ്ങളൊക്കെ അനുഭവിച്ച് അതൊക്കെയാണ് ഞങ്ങൾ ഭുജിക്കേണ്ടി വരുന്നത്. 6-ാമത്തേതും കൂടെ നോക്കാം. ന ചൈതദ്വിമഹ കതിരന്നോ ഗരീയോ യദ്വാജയേ മായതിവാനോ ജയേയോ യാനേവ ഹത്വാ ന ജിജീവിഷാമ സ്തേവ സ്ഥിത പ്രമുഖേരാർത്ഥരാഷ്ട്ര. എനിക്കറിഞ്ഞുകൂടാ ഇപ്പം ഈ ധാർത്തരാഷ്ട്രന്മാരെ ജയിക്കണോ അതോ അവർ നമ്മെ ജയിക്കണോ എന്നാണ് നല്ലതെന്നൊന്നും എനിക്കറിയില്ല കൃഷ്ണ. ആരെ വധിച്ചാലാണോ പിന്നെ ജീവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കാത്തത്, അവരെ ആ ധാർത്തരാഷ്ട്രന്മാരിതാ ഇവിടെ എൻ്റെ മുൻപിൽ യുദ്ധത്തിനായി നിലകൊള്ളുന്നു. അടുത്തത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യശ്രേയസാന്നിശ്ചിത ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. സ്വഭാവദോഷം കൊണ്ടുള്ള അജ്ഞത മൂലം ഇപ്പം എനിക്ക് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണ് എന്നൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്ക് എന്താണ് നല്ലത്, എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളതെന്ന് അങ്ങ് ഒന്ന് വ്യക്തമാക്കി തരണം. അങ്ങേ ഞാൻ ശരണം പ്രാപിക്കുന്നു. ആരായിട്ടാണ്? ശിഷ്യനായിട്ടാണ് ശരണം പ്രാപിക്കുന്നത്. ഈ യുദ്ധത്തിന് വന്നു നിന്ന അർജുനൻ എവിടെ എത്തി? എവിടെ എത്തി? പറഞ്ഞത് എന്താ? സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുത എന്ന് പറഞ്ഞ ആൾ പോയിട്ടിപ്പം ഞാൻ ശിഷ്യനാണ്, എന്നെ സഹായിക്കണം എന്ന അവസ്ഥയിലെത്തി.